അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വണ്ടൂർ ജാമിഅ വഹബിയ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഓൺലൈൻ 60 പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 46ാമത്തെ വിഷയമായ പരലോകത്തെ രക്ഷ, ശിക്ഷ, അള്ളാഹുവിൻ്റെ നീതി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. പരലോകത്തെ അള്ളാഹുവിൻ്റെ രക്ഷ, ശിക്ഷ എന്ന് പറയുമ്പോൾ തന്നെ പരലോകത്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷയും രക്ഷയും നടക്കുന്ന ലോകം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പടച്ചു. അള്ളാഹു തആലക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരും വഴിപ്പെടാതെ ജീവിക്കുന്നവരും ഒക്കെ ഈ ലോകത്ത് സുഖമായി ജീവിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് യഥാർത്ഥ ശിക്ഷ ലഭിക്കാതെ പോകുന്നു. പലപ്പോഴും നിരപരാധികളായ ആളുകളാണ് ഈ ലോകത്ത് ശിക്ഷയേൽക്കുന്നത്. അതിനൊക്കെ പകരമായി അള്ളാഹുവിൻ്റെ നീതിയായിരുന്ന ആ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയും രക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയുമാണ് പരലോകത്തെ സൃഷ്ടിച്ചത്. പരലോകം എന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇവിടുത്തെ നന്മ തിന്മകൾക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന വേദിയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവിശേഷണങ്ങളിൽ ഒന്നാണ് അൽ അദ്ൽ, പരിപൂർണമായ നീതിമാൻ. പരലോകത്തെ രക്ഷയും ശിക്ഷയും ഈ നീതിയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലോകം പരീക്ഷണഘട്ടമാണ്. ഭൗതിക ജീവിതം ശാശ്വതമല്ല, മറിച്ച് മനുഷ്യർക്ക് നൽകപ്പെട്ട ഒരു പരീക്ഷണ കളരിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കുന്നതിനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാവുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വിശുദ്ധ ഖുർആനിൽ അറിയിക്കുന്നു. അപ്പോൾ കൂടുതൽ നന്മ ചെയ്യുന്നത് ആരാണ്? തിന്മ ചെയ്യുന്നത് ആരാണ്? നന്മയും തിന്മയും ചെയ്യുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു നൽകപ്പെടുന്നു. തിന്മകൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ ശിക്ഷയും അള്ളാഹു നൽകപ്പെടുന്നു. ഈ ലോകത്ത് എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നില്ല. എല്ലാ മനുഷ്യർക്കും നന്മക്കുള്ള പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നില്ല. ക്രൂരതകൾ ചെയ്ത ഭരണാധികാരികളും കൊലപാതകളും ഇവിടെ സുഖമായി ജീവിച്ചു മരിച്ചെന്ന് പോയേക്കാം. നീതിമാന്മാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വരേക്കാം. ഈ ദുനിയാവിൽ അങ്ങനെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കാതെ പലപ്പോഴും പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരലോകം എന്നത് ഇല്ലെങ്കിൽ അത് അനീതിയായിരുന്നു. അതിനാൽ ഓരോരുത്തർക്കും അർഹിച്ച പ്രതിഫലം നൽകാൻ പരലോകം അനിവാര്യമാണ്. അവിടെ ദൈവത്തിൻ്റെ നീതിപൂർവമായ നീതി നടപ്പിലാക്കപ്പെടുന്ന ലോകവുമാണ്. അത് മനുഷ്യരിൽ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇതര ജീവികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനായ നിലയ്ക്ക് അവിടെ വിധിക്കുന്നു. ഈ ദുനിയാവിൽ കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഇവിടെ കൊമ്പില്ലാതെ ശിക്ഷയേറ്റ ആ ആടിന് കൊമ്പ് കൊടുത്ത് ആ ആടിനെ പകരം ചോദിച്ച് നീതി നടപ്പിലാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. മൃഗങ്ങളിലൂടെ ഈ നീതി നടപ്പിലാക്കി അല്ലാഹു ശിക്ഷിക്കുമ്പോൾ അത് മനുഷ്യരെ ബോധീകരിക്കുവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, ഇതര ജീവികൾക്കും യഥാർത്ഥ രക്ഷയും ശിക്ഷയും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരലോകത്ത് പാപികളും അവിശ്വാസികൾക്കും ലഭിക്കുന്ന ശിക്ഷ അല്ലാഹു ആരോടും കാണിക്കുന്ന അനീതിയല്ല, മറിച്ച് അവർ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കൃത്യമായ പ്രതിഫലം മാത്രമാണ്. ഒരൊറ്റ തിന്മക്ക് പോലും അതിനേക്കാൾ വലിയ ശിക്ഷ നൽകപ്പെടുകയില്ല. ആർക്കും അറിവില്ലായ്മ എന്ന് പറഞ്ഞ് ഒഴിവ് പറയാൻ സാധ്യമല്ല. പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട്, സത്യമേതാണെന്ന് പ്രബോധനം ചെയ്തിട്ടുണ്ട്, തിന്മ ഏതാണെന്ന് പ്രബോധനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് അറിയില്ല, അറിയാതെ പോയി എന്നൊരു കാരണം അവിടെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. പരലോകത്തെ രക്ഷയും സ്വർഗപ്രവേശനവും അള്ളാഹുവിൻ്റെ നീതിയുടെ അതോടൊപ്പം അവൻ്റെ അപാരമായ കാരുണ്യത്തിൻ്റെ ഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വർഗം നൽകണമെന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് സ്വർഗപ്രവേശനം നൽകുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഓരോ അവയവത്തിൻ്റെയും കണക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, നിനക്ക് തന്ന ഓരോ അവയവത്തിൻ്റെയും കണക്കിനനുസരിച്ച് പോലും നീ എനിക്ക് നന്ദി ചെയ്തിട്ടില്ല. മറിച്ച് നിനക്ക് സ്വർഗം നൽകുന്നത് ദുനിയാവിൽ കഷ്ടപ്പെട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിതത്തിൻ്റെ പേരിൽ സ്വർഗം നൽകുന്ന എൻ്റെ അപാരമായ റഹ്മത്തിൻ്റെ വിശാലമായ എൻ്റെ നോട്ടത്തിൻ്റെ പേരിലാണ് എനിക്ക് സ്വർഗം നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. മനുഷ്യൻ്റെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാനാകില്ല. അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഒരു കാരുണ്യം കൂടി വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തോടു കൂടിയാണ് അള്ളാഹു സ്വർഗം നൽകുന്നത്. എങ്കിലും നീതിപൂർവം ജീവിച്ചവരെയും അക്രമികളെയും അള്ളാഹു ഒരുപോലെയല്ല പരിഗണിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ്. ദുനിയാവിൽ അള്ളാഹു തആലക്ക് വഴിപ്പെട്ടവർക്കും അള്ളാഹു തആലക്ക് വഴിപ്പെടാത്തവർക്കും ഒരുപോലെ അവിടെ ശിക്ഷാരക്ഷ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു തആലക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് യഥാർത്ഥ നീതിയായ പ്രതിഫലം അള്ളാഹു നൽകുന്നു. അള്ളാഹു തആലക്ക് വഴിപ്പെടാതെ ജീവിച്ചവർക്ക് യഥാർത്ഥ ശിക്ഷയും അള്ളാഹു തആല അവിടെ നൽകപ്പെടുന്നു. അതിൻ്റെ ലോകമാണ് പരലോകം. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, തീർച്ചയായും അള്ളാഹു ഒരു അണുമണി തൂക്കം പോലും അനീതി കാണിക്കയില്ല. ഒരാളോടും ഒരു ജീവികളോടും അള്ളാഹു അനീതിയായി പ്രവർത്തിക്കുന്നതിലെല്ലാം നീതിപൂർവമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്ന പരലോകം. നിങ്ങൾ നോക്കൂ, അത്തദറൂന മനിൽ മുഫ്ലിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾ ചോദിക്കുന്നു, ഏറ്റവും പരാജയപ്പെട്ടവൻ, നഷ്ടകാരി ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബാക്കൾ ചോദിക്കുമ്പോൾ സ്വഹാബാക്കൾ പറയുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ ജീവിതമാർഗം ദിർഹമും ദീനാറും ഇല്ലാത്തവരാണ് പരാജയപ്പെട്ടവരെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അതല്ല, നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. അവൻ സ്വർഗത്തിലേക്ക് നിശ്ചയിച്ച മനുഷ്യനായിരിക്കും. പക്ഷേ ദുനിയാവിൽ അവൻ ഒരുപാട് അക്രമം ചെയ്ത ആളുകൾ അവിടെ മഹ്ശറിൽ വരുന്നു. ഓരോരുത്തരും പരാതി പറയുന്നു, ഈ മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹനല്ല, ഞങ്ങൾ ഓരോരുത്തരും ശിക്ഷിച്ചവനാണ്, എന്നെ അവൻ മർദ്ദിച്ചിട്ടുണ്ട്, എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും പരാതി പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ അമലുകളൊക്കെ അവർക്ക് വീതിച്ചു കൊടുക്കും. എന്നിട്ടും അവൻ്റെ പരാതികൾ തീരുന്നില്ലെങ്കിൽ ആ പരാതി പറയപ്പെട്ടവൻ്റെ തിന്മകളെടുത്ത് ഇവനക്ക് ചാർത്തി കൊടുത്ത് ഇവനെ ശിക്ഷിക്കപ്പെടുന്നു. ഇതാണ് അള്ളാഹു തആല നീതി. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നീതി നടപ്പിലാക്കുന്ന ലോകമാണ് പരലോകം. ചുരുക്കത്തിൽ പരലോകത്തെ രക്ഷയും ശിക്ഷയും അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൻ്റെ പരിപൂർണതയുടെ നീതിയുടെ തെളിവാണ്. മനുഷ്യർ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തിക്കും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതാണ് ഒരു വിശ്വാസിയെ ഭൂമിയിൽ നന്മ ചെയ്യാനും തിന്മകൾ അകന്നു നിൽക്കാനും പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ച ഓരോ സംഗതിക്കും കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ട ലോകമാണ് പരലോകം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.